വെൽക്കം ടു വിജയ മാഡി വ്ളോഗ്സ്. ഗൈസ്, ഇന്ന് ഞാനൊരു ചെറുതായിട്ടൊരു 5 മിനിറ്റ് കാണും. ഈ വീഡിയോ 5 to 6 മിനിറ്റ് കാണും. എത്ര മിനിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതായത് ഞാൻ ചെറിയൊരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ദിവസം വിട്ടിരിക്കുന്ന വീഡിയോയ്ക്ക് മൈക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം എനിക്ക് മൈക്ക് കിട്ടിയിരിക്കുകയാണ്, വോയിസ് മൈക്ക് കിട്ടിയിരിക്കുകയാണ്. മൈക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്യാപ്സ്യൂൾ ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് ചെയർമാനായ നമ്മുടെ കബീർ സാറാണ്. ഡോക്ടർ കബീർ സാറാണ് എനിക്ക് മൈക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ സാറ് കണ്ടിട്ട് നന്നായിട്ട് അഭിപ്രായം പറഞ്ഞു. എനിക്കറിയാം എൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റിയും എൻ്റെ വീഡിയോയുടെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്. മോശമാണ്, പക്ഷേ എന്നാലും സാർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. അതന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. സാറിനെ പോലത്തെ വലിയൊരു വ്യക്തി, ഒരു ബിസിനസ്മാൻ എൻ്റെ വീഡിയോ കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പുള്ളിക്കാരൻ്റെ കല്യാണത്തിന് പുള്ളിക്കാരൻ്റെ മകൻ്റെ കബീർ സാറിൻ്റെ മകൻ്റെ കല്യാണത്തിന് പോയപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. സാറെ കുറേ നേരം സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ സാറിന് അവതരിപ്പിച്ചിട്ടൊന്നുമില്ല. സാറ് പറഞ്ഞു മൈക്കിൻ്റെ എന്തെങ്കിലും ആവശ്യം കബീർ സാറിൻ്റെ മകൻ്റെ കല്യാണത്തിനാണ് ക്ഷണിച്ചായിരുന്നു. ഞാൻ മേക്കപ്പ് മാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ സാറ് കണ്ടിട്ട് മൈക്ക് കുറച്ചുകൂടി ഉണ്ടായി നന്നാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് മൈക്ക് മേടിക്കാനുള്ള ക്യാഷും കാര്യങ്ങളൊന്നുമില്ല, ചാനൽ സബ്സ്ക്രൈബർ ആയിട്ടുള്ള മോണിറ്റൈസ് ആയിട്ടുള്ള ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആരംഭിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ സാർ എനിക്ക് മൈക്ക് മേടിക്കാനുള്ള ഫണ്ട് തന്നു. ഡിജിടെക്കിൻ്റെ ബ്രാൻഡിൽ ഞാനൊരു 5000 രൂപയ്ക്ക് ഒരു മൈക്ക് മേടിച്ചിരിക്കുകയാണ്. ഇനി എൻ്റെ എല്ലാ വീഡിയോയിലും മൈക്ക് കാണും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ കബീർ സാർ. താങ്ക് യു സോ മച്ച്. വേറൊരു കാര്യം പറയുകയെന്ന് വെച്ചാൽ, പ്ലീസ് ദയവ് ചെയ്ത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യണം. വിജയ മാഡി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. വിജയ മാഡി വ്ളോഗ്സ് പറഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലുണ്ട്. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും സഹകരിക്കുന്നില്ല, സബ്സ്ക്രൈബറും ഇല്ല, ഒന്നുമില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഒരു വീഡിയോയിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം. അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹം, 5 കൊല്ലത്തൊരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ. അത് ഞാനൊരു വലിയൊരു ടീമായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. നമ്മളെ കാര്യം നോക്കി നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് പോയത് എൻ്റെ ആവശ്യത്തിന് പറഞ്ഞാൽ എൻ്റെ ഐഡിയ ആണ്. അപ്പോൾ അത് എല്ലാവർക്കും അത് ആവശ്യമാണെന്ന് വെച്ചാൽ പറ്റത്തില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഫസ്റ്റ് പഠിത്തം തന്നെ എല്ലാവരും മമ്മൂട്ടിയാണോ വലിയ സെറ്റപ്പാണോ വിചാരിക്കുക. അതൊന്നുമില്ല. സിനിമ മീഡിയ ലെവലിൽ കഷ്ടപ്പെട്ടാലും മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈസി വർക്കായിട്ടൊന്നും എത്താൻ പറ്റത്തില്ല. അനുഭവം കൊണ്ട് പറയുന്നത് ഞാനൊരു 8 കൊല്ലത്തെ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം, സിനിമയിൽ വർക്ക് ചെയ്തുള്ള അനുഭവം കൊണ്ട് പറയും. സ്ഥലത്ത് എത്രമാതിരി കഷ്ടപ്പെടുന്നത്, ഏതൊരു തൊഴിൽ ഏതൊരു മേഖലയായാലും കഷ്ടപ്പെട്ടാലും മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ. പെട്ടെന്ന് സുപ്രഭാതത്തിൽ കൊണ്ട് നമുക്ക് ആർക്കും ഒന്നും ആവാൻ പറ്റത്തില്ല. അപ്പോൾ അതെനിക്ക് ലൈഫിലൂടെ അനുഭവിച്ച് പഠിച്ചു. ആരെയും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു 5 ചാനൽ, 5ാമത്തെ ചാനലാണ്. 5 ചാനൽ തുടങ്ങിയിട്ടും ഫ്ലോപ്പായി. അതിന് പല കാരണങ്ങളുണ്ട്. പല ആൾക്കാരുടെയും ചതികളെന്ന് പറയാനായിട്ടില്ല, വിശ്വസിച്ചു നമ്മൾ പോയി ലാസ്റ്റ് അവർ നമ്മളെ കൈയൊഴിഞ്ഞു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അതിന് ഫ്ലോപ്പ് കണ്ടമാനുണ്ടായിരുന്നു. ക്യാമറ കംപ്ലൈൻ്റ് ആവും, അത് ശരിയാക്കുമ്പോൾ സിസ്റ്റം നന്നാക്കുമ്പോൾ ലൈറ്റ് നന്നാക്കുമ്പോൾ മൈക്ക് നന്നാക്കി വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ. പിന്നെ എനിക്ക് ഫോണിൽ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്യുന്നത് പഠിച്ചത്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ് സാംസങ്ങിൻ്റെ ഒരു പഴയ ഫോണാണ്. എനിക്ക് ഫിനാൻഷ്യൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പം തമിഴ്നാട്ടിലൊരു തമിഴ് പടത്തിൻ്റെ ഷൂട്ടിന് വന്നായിരുന്നു. ആ പടത്തിൻ്റെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നാട്ടിൽ പോയിട്ട് നിൽക്കാമെന്നുള്ള സെറ്റപ്പ് അല്ല ഞാൻ. കാരണം മേക്കപ്പ് രംഗത്തേക്ക് താൽക്കാലികമായിട്ടൊരു സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. കാരണം മേക്കപ്പ് മാൻ വെച്ചാൽ അങ്ങനെ തന്നെ പോകാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ചാനലിൻ്റെ അടുത്തടുത്ത കാര്യങ്ങളൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ തമിഴ്നാട്ടിലൊരു കോഴി ഫാമിൽ പണിക്ക് കയറിയിരിക്കുകയാണ്. പ്ലസ് ഒരു മുട്ടായി കമ്പനി. ഇവിടെ പണിയില്ലെങ്കിൽ അവിടെ പണിയില്ലെങ്കിൽ ഇവിടെ നിന്ന് വിചാരിച്ചിട്ട്. കാരണം ഇനി അവിടെ തമിഴ്നാട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു വീഡിയോ എടുക്കാം. കാരണം ഒന്ന് ചാനൽ വളരുന്നവരെ ഇവിടെ നിൽക്കാം. അവിടെ നിന്ന് ഞാൻ ചാനലിനെ പറ്റി കളിയാക്കുന്നതും പുച്ഛിക്കലും പല രീതിയിൽ നമ്മൾ ആക്ഷേപിക്കുന്നുണ്ട്. നമ്മൾ സഹായിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തത് പോലും നമ്മൾ തിരിച്ച് ആക്ഷേപിക്കുക, കളിയാക്കുക. കാരണം ഈ ഒരു മേഖലയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്ര പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലക്ഷം എല്ലാവരും നന്നായിട്ട് നമ്മൾ പുച്ഛിക്കും, കളിയാക്കും. എന്തിനാണ് വേറെ പണിയിൻ്റെ അങ്ങനെയൊക്കെ നടക്കുന്നത്. മാക്സിമം പുച്ഛിച്ച് നമ്മളത് ചവിച്ചരച്ച് ഒട്ടിക്കും. പിന്നെ ഈ തടി മണം വെച്ചിട്ട് എനിക്ക് പെയിൻറ്റ് പണിക്കോ അല്ലെങ്കിൽ ഒരു നെൽപ്പണിക്കോ വേറെ എന്ത് പണിക്കും പോകാൻ പറ്റത്തില്ല. എൻ്റെ എഡ്യൂക്കേഷൻ അനുസരിച്ച് വേറെ പണിക്ക് പോകാം. പക്ഷേ എനിക്ക് എൻ്റെ ചെറുപ്പക്കാരൻ മുതൽ, അത് വേറെ വെച്ച മുതൽ എനിക്കൊരു മീഡിയ പേഴ്സൺ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാനും കുറേ എഫേർട്ട് ഇട്ടു. ഒന്നും നടന്നില്ലെന്നല്ല കേട്ടോ, അത്യാവശ്യം നടന്നില്ല. ഞാൻ കുറേ തമിഴ് ചാനലിലൊക്കെ ആങ്കറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് 1-2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അഭിനയിച്ച ഒരു പടത്തിൽ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതും കാണാം. പക്ഷേ പറഞ്ഞു വന്ന കാര്യം വീണ്ടും മറന്നുപോയി. ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഡോക്ടർ കബീർ സാറിന്, ക്യാപ്സ്യൂൾ കമ്പനിയുടെ ഓണറായ കബീർ സാറിന്. പിന്നെ അതോടനുബന്ധിച്ച് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഒരു ലൈഫ് തരണം. കാരണം ഇതാണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് വരെ ചാനൽ 40-50 സബ്സ്ക്രൈബർ കഴിഞ്ഞില്ല. 1000 സബ്സ്ക്രൈബർ 4000 വാച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ മോണിറ്റേഷൻ എനേബിൾ ആവുള്ളൂ. അതായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടുന്ന വീഡിയോയിൽ ആൾക്കാർ കാണുന്നതിനനുസരിച്ച് പൈസ. പക്ഷേ അതും വലിയ പൈസയൊന്നും കിട്ടത്തില്ല. അത് കുറേ കഷ്ടമാണ്, അത് കുറേ റിസ്ക്കാണ്. നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് എൻ്റെ വീഡിയോ കണ്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാനൊന്നുമല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരു 4 പേര് അറിയുന്ന വ്യക്തിയൊന്നുമല്ല. അപ്പം
നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. നിങ്ങളടുത്ത് ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ. ഇത് വലിയ ലെങ്തായിട്ട് ഞാൻ ഈ വീഡിയോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ തന്നെ 5.5 മിനിറ്റ് കഴിഞ്ഞ് കാണും. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം. എല്ലാവരും പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ. വേറൊരു വീഡിയോയിൽ നമ്മൾ കാണാം. ബൈ.